പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകത്തില് അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് എന്താ പറയണത്? കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്ത് ജീവിച്ചോളാമെന്നാണ്. ഇപ്പം പുറപ്പാട് ജീവിതത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇപ്പം ഇവർ ജെറിക്കോ കോട്ട പൊടിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ജോർദാൻ വറ്റിക്കുന്നുണ്ട്. ഈ ജെറിക്കോ കോട്ട പൊടിക്കുമ്പോഴും ജോർദാൻ വറ്റിക്കുമ്പോഴും അവിടുത്തെ താരമാരാ? വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് ഈ ജെറിക്കോ കോട്ട പൊടിക്കാൻ പറ്റത്തുള്ളൂ. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് നമ്മുടെ യോർദാൻ വറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഗ്ദാന പേടകത്തെ കാവുന്ന പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ജോഷുവ 6:4 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം.
അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കും. ഇപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലംപതിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, വാഗ്ദാനപ്പേടയുടെ തോളിലിരിക്കണതും ഈ കാഹളം മുഴക്കുമ്പോൾ പട്ടണം തള്ളിയിടുന്ന ആരാണ്? അത് കാഹളത്തിൻ്റെ സ്വരം കേട്ടിട്ടല്ല, മറിച്ച് യഹോവ തന്നെയാണ് തള്ളിയിടണത്. പക്ഷേ യഹോവയുടെ വിശ്വസ്തത കാണിക്കുന്ന ജീവിതമാണ് അവർക്ക് ഉള്ളത്. ഇനി യോർദാൻ്റെ വായിച്ച് ജോഷുവ 3:14-15. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജന ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ വാഗ്ദാന പേടകം കാവുന്ന പുരോഹിതൻ ജോർദാനിൽ ചവിട്ടിയപ്പോൾ ജോർദാൻ പിളർന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് അവർ വാഗ്ദാന നാട്ടിലേക്ക് കടന്നുപോയി. ഇപ്പം ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണ് ഇത് ജോർദാൻ വറ്റിക്കണത്? വാഗ്ദാന പേടക പ്രകാരം വിശ്വാസത്തിൻ്റെ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഇവർ നയിക്കുമ്പോൾ ദൈവമാണ് ജോർദാൻ പറ്റിക്കണത്. അതറിയണമെങ്കിലേ പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതാണ്. അപ്പം കർത്താവാണ് ജോർദാൻ പറ്റിച്ചതും കർത്താവാണ് ജെറീക്കോ തകർത്തതും. അപ്പം നമ്മളെ ഉടമ്പടി എടുത്ത് വാഗ്ദാനപ്രകാരം ശാന്തമായി ജീവിക്കുമ്പോൾ ബാക്കി നമ്മുടെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവിക ഇടപെടുത്തലുണ്ടാകും. ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്ത് ശാന്തമായി ജീവിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ ഇതുപോലെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കും, എന്നിട്ടത് വിട്ടുകളയും. പലപ്പോഴും എനിക്ക് ആഗ്രഹമാണ്, ഒന്ന് ഫ്ലൈറ്റിൽ പോകണം, കല്യാണം കഴിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശനിയാഴ്ച ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശരി ഇതോ ഇല്ല കുറച്ച് കാശൊക്കെ ഒപ്പിച്ച് ഇവിടെ അവന്യൂ റീജൻറ്റ് ഹോട്ടൽ ഒരെണ്ണമുണ്ട് എറണാകുളത്ത്, അവന്യൂ റീജൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ശനിയാഴ്ച ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പോയി. അത് കുറച്ച് എക്സ്പെൻസാണ്, എന്നാലും ആ കാശ് സംഘടിപ്പിച്ച് പോയി. ഞാനും ഭാര്യയും കൂടി അവിടെ പോയി ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ബോക്സ് ഇട്ടിരുന്നു.
ആ ബോക്സിൻ്റെ അടുത്ത് അവർ പറഞ്ഞ് നിങ്ങൾ അഡ്രസ്സ് എല്ലാവരും എഴുതിയിട്, എന്തെങ്കിലും ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞ് ആ ബോക്സ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡൊന്നുമില്ല, ചെറിയ കച്ചവടമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്ലിപ്പ് പേപ്പർ എടുത്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് കാർഡ് പോലെ കട്ട് ചെയ്ത് അതിലെൻ്റെ പേരും ഒരു ഫോൺ നമ്പറും എഴുതിയിട്ട് അതിലിട്ടിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഹോട്ടലിലിരുന്ന് എനിക്കൊരു ഫോൺ വന്നു. നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്, നറുക്കെടുത്തപ്പോൾ നിങ്ങളെ പേരാണ് വന്നിരിക്കണം, ഇവിടെ വന്ന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ച വല്ല പേനയോ പേപ്പറോ എന്തെങ്കിലും ആയിരിക്കും, എന്നാലും കിട്ടുന്നതല്ലേ. എൻ്റെ കയ്യിൽ ബൈക്കേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എറണാകുളം വന്നപ്പോഴത്തേക്കും ഞാൻ അകത്തേക്ക് കയറി. അവരെനിക്കൊരു കവർ തന്നു. ആ കവറിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും 2 പേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു വരാനും പ്ലസ് അവിടെ 3 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ, അവിടുത്തെ വലിയ റിസോർട്ട്, അതിൽ താമസിക്കാനുള്ള ചീട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് ചെറിയ കാര്യമായിട്ട് തോന്നിയാലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുക, എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ചെയ്ത് അതാ, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പാനപാത്രം എടുത്ത് മാറ്റാമെന്ന് ചോദിച്ചിട്ട് അതെൻ്റെ ആഗ്രഹമാണ്, പക്ഷേ വേണ്ട, നിൻ്റെ ആഗ്രഹം നിറവേറിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ബന്ധം. മക്കളെപ്പോലെ അച്ഛനറിയാം എനിക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അച്ഛനറിയാം, അത് അച്ഛൻ ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ എപ്പോൾ നോക്കിയാലും ഒരു ലിസ്റ്റ് എഴുതി വെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മൾ തന്നെ പരീക്ഷിക്കും, ദൈവത്തെ പരീക്ഷിക്കും. നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല, ഇപ്പം കഴിപ്പാന്ന് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് രോഗം വരുമ്പോഴത്തേക്കും കയ്പിൻ്റെ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും മക്കൾ വിചാരിക്കും എന്നെ ശിക്ഷിക്കുകയാണ്, അച്ഛനോ ഇല്ല അമ്മയ്ക്കോ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് കയ്പ് കൊടുക്കണമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത്. പ്രൈസ് ദി ലോർഡ്. പല തടസ്സങ്ങളും പല രീതിയിൽ പ്രതികൂല അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരുന്നത് ഇത് നിന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമാണ് ദൈവം, അതാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ചെറിയ കുഞ്ഞിനെ പോലെ ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാത്തത്. നമുക്കൊരു പക്വത വേണം. ദൈവത്തിന് സ്വന്തം മകനെ നമുക്ക് വേണ്ടി തരുമെങ്കിൽ എനിക്ക് എന്താ തരാതിരിക്കുക? എനിക്ക് ആവശ്യമുള്ളതൊക്കെ അതാത് സമയത്ത് എൻ്റെ ദൈവം തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹം കൊണ്ടാണ് നമ്മൾ ഉടമ്പടിക്ക് വന്നിരിക്കുന്നത്, ഇല്ലാതെ എൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്കൊരു 6 നിയോഗം എഴുതി വെച്ച് നമ്മളെ ലക്ഷ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ 6 കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവത്തിന് അറിയാം. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് അത് അറിയാം. ദൈവത്തിനറിയാം നിനക്ക് ആവശ്യമുള്ളതൊക്കെ. നീ ആഗ്രഹിച്ചതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മക്കൾ, ഞാൻ ദൈവമായിരിക്കുമ്പോഴത്തേക്കും, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാകുമ്പോഴത്തേക്കും എൻ്റെ മകന് ഉള്ള വിഷമങ്ങളൊക്കെ എനിക്കറിയാം. അത് നമ്മളെ ഹൃദയം വിഷമിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുള്ള ദൈവം വിഷമിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം. പക്ഷേ നിന്നെ സൗഖ്യപ്പെടുത്തണം. നിനക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത്
കാര്യം എന്താ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയണം. നിനക്ക് എന്നെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടോ? എന്താണ് വിശ്വാസം? എല്ലാം എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. ആ ഒരു വിശ്വാസം നിനക്കുണ്ടാകണം. എല്ലാം എൻ്റെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. മാർക്ക് 10:27 ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യം, അസാധ്യം ഒന്നുമില്ല. 1:37 ലൂക്ക 1:37 ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. അത് വിശ്വാസമാണ്. പിന്നെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുക, അവൻ്റെ ജീവനേക്കാളും എന്നെ സ്നേഹിക്കുകയാണ്, എന്നോട് കരുതലുണ്ട്. അത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം അറിയും. അപ്പോൾ ഈ വിശ്വാസം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് സങ്കടങ്ങളില്ല. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. ദൈവം അനുവദിച്ച് തരുന്നത് അത് മരുന്ന്, ദൈവം അനുവദിച്ച് കഴിപ്പുള്ള മരുന്ന് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏതോ രോഗത്തിലിരുന്ന് സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിനറിയാം. എൻ്റെ രോഗം എനിക്കറിയില്ല. അത് ദൈവം എൻ്റെ സൗഖ്യത്തിന് വേണ്ടി എനിക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇഞ്ചക്ഷൻ കുഞ്ഞിനെ അനുവദിച്ച് കൊടുക്കും. നേഴ്സ് ഡോക്ടർ ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞ് അത് മാതാപിതാക്കൾ ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് കുഞ്ഞിനെ വേദനിപ്പിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. അത് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ അത് കുഞ്ഞ് കരയണ പോലെ ഈ വേദനയെ കൊണ്ട് നമുക്ക് കരയല്ല ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല നിന്നെ കുറച്ച് മോശമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടുള്ളത്, ആ ഇഞ്ചക്ഷൻ തന്നിട്ടുള്ളത് നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് അപ്പം നിനക്കറിയില്ല. കുറച്ച് കാലതാമസമാകുമ്പോഴത്തേക്കും നിനക്കത് മനസ്സിലാകും. ദൈവം അനുവദിച്ച് തന്നത് നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവം ഈശോ ഈ 10 കൽപ്പനയെ എല്ലാം കൂടി ഒന്നാക്കി, എല്ലാം കൂടി ഒരു ക്യാപ്സുളിലാക്കിയിട്ട് ഒറ്റ കൽപ്പനയാക്കി മാറ്റി. അത് എൻ്റെ പുതിയ കൽപ്പനയെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 13:34 പറയുകയാണ്. എൻ്റെ പുതിയ കൽപ്പന, അതെല്ലാം 10 കൽപ്പന, എല്ലാ കൽപ്പനയും കൂടി ദൈവം ഒറ്റ ക്യാപ്സുളാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അത് 13:34 പരസ്പരം സ്നേഹിക്കുക. അതാണ് എൻ്റെ പുതിയ കൽപ്പന. പ്രൈസ് ദി ലോർഡ്. പരസ്പരം സ്നേഹം, തമ്മിൽ സ്നേഹിക്കുക. അത് മാത്രം ഈ ഉടമ്പടി കാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ശിഷ്യനായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് മാറാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്രിസ്ത്യാനി ആകാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ അത് കൽപ്പന പാലിക്കണം. അത് ദൈവം ഇവിടെ പറയാണ് യോഹന്നാൻ 13:35 നീ എൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ, ഈ ലോകം എൻ്റെ ശിഷ്യനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്നാൽ ലോകം എല്ലാവരും അറിയും നീ എൻ്റെ ശിഷ്യയാണ്. യു ആർ മൈ ഡിസൈപ്പിൾസ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതേപോലെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. അത് ഈ പൂ വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ അതൊന്നുമില്ല സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പരസ്പരം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ശിഷ്യയായിട്ട് മാറും. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ശിഷ്യത്വത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം വിളിക്കുകയാണ്. ഇറ്റ് ഈസ് കോൾ ഫ്രം ഗോഡ് ടു ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനിയാണ്, പക്ഷെ ശിഷ്യയാണോ ഇല്ലയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും ലോകം എൻ്റെ ശിഷ്യയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ കാണുമ്പോൾ തന്നെ ലോകം പറയണം ഇത് ഈശോയുടെ ശിഷ്യയാണ്.
എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ ശിഷ്യയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുക ശിഷ്യയാകാനുള്ള ഇന്നൊരു കാര്യം പറഞ്ഞിരിക്കുക, ഡിസൈപ്പിൾസ്, ഇഫ് യു വാണ്ട് ടു ബി മൈ ഡിസൈപ്പിൾ, ലൂക്ക 14:27 നിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. കുരിശ് ചുമക്കുമ്പോഴും കുരിശ് ചുമന്ന് അനുഗമിക്കുമ്പോഴും ശിഷ്യയാകും, പരസ്പരം സ്നേഹിക്കുമ്പോഴും ശിഷ്യയാകും. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും അത് കുരിശ് ചുമന്നുകൊണ്ടുള്ള സ്നേഹമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാലേ ശിഷ്യയാവുള്ളൂ. സ്നേഹിക്കാൻ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കുരിശ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കുരിശ് ഏറ്റെടുക്കണം സ്നേഹിക്കുമ്പോഴത്തേക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് മദ്യപാനിയാണ്, നിന്നെക്കുറിച്ച് വീട്ടിൽ വന്ന വലിയ പ്രശ്നമാണ്, അടിക്കുകയാണ്, എല്ലായിടത്തും പൊട്ടിക്കുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ആ കുരിശ് ചുമക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അവരില്ല ചെയ്യുന്നത്. ഈശോയുടെ ശിഷ്യയാകാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ച് തന്നതാണ്. അവരെ ക്ഷമിക്കണം, തിരിച്ച് സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. പരസ്പരം സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിൻ്റെ വീട്ടിൽ നിൻ്റെ ഇത് മനസ്സിലാക്കണം. നിൻ്റെ ഭർത്താവോ മക്കളോ അമ്മായിയമ്മയോ അമ്മായച്ഛനോ ഇല്ല ആരെങ്കിലും വന്ന് നിന്നോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും, പ്രൈസ് ദി ലോർഡ്, ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നിന്നെ ചീത്ത പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കുക. അത് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവരിൽ സ്നേഹം കുറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹം കുറഞ്ഞ ലക്ഷണമാണ്. ഇപ്പോൾ പനി വരുമ്പോഴത്തേക്ക് ലക്ഷണമുണ്ട്, നമുക്ക് കുളിരും തണുപ്പും ഉണ്ടാകും, ടെമ്പറേച്ചർ അധികമായിരിക്കും. അപ്പോൾ ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോഴത്തേക്കും ഇല്ല ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഇല്ലാത്തതെല്ലാം പറയുമ്പോഴത്തേക്കും നീ മനസ്സിലാക്കേണ്ടത് അവരിൽ സ്നേഹം കുറഞ്ഞിരിക്കുകയാണ്, സ്നേഹം കുറവാണ്. അവർക്ക് സ്നേഹം ചോദിക്കുകയാണ്. സ്നേഹം ചോദിക്കണതിൻ്റെ അടയാളമാണ് അവർ വന്ന് ദേഷ്യപ്പെടുന്നതും വെറുപ്പ് കാണിക്കുന്നതും ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് അവർക്ക് വിശക്കുമ്പോൾ അവനിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ 20 രൂപ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കയ്യിൽ ആ തട്ടിൽ കിടക്കുന്നത് 2 രൂപയാണ്. അപ്പോൾ അവൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു 18 രൂപ കൂടി തന്നാൽ എൻ്റെ വിശപ്പ് എനിക്ക് മാറ്റാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദേഷ്യപ്പെടുന്നവരും ഇതാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവർക്ക് സ്നേഹം, ദൈവം സൃഷ്ടിച്ചത് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ആ സ്നേഹം കുറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മ എന്താ ചെയ്യുന്നത്, അവൻ്റെ തട്ടിക്കിടക്കണ ആ 2 രൂപ കൂടി നമ്മൾ അങ്ങോട്ട് പിടിച്ചെടുക്കുക ചെയ്യണം. നമ്മളും തിരിച്ച് ചീത്ത വിളിക്കുക ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനിൽ കുറച്ച് ബാക്കിയുള്ളതും നമ്മൾ അങ്ങോട്ട് തട്ടിപ്പിടിച്ചെടുക്കുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം കൊടുക്കുക. അവരിൽ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുപ്പ് കാണിക്കുക, നിന്നോട് മുഖം തിരിച്ച് നടക്കുക, നിന്നെ ഫോൺ വിളിക്കാതെ നിന്നോട് മിണ്ടാതെ നടക്കുക, നീ പുറകെ പോവുക. പുറകെ പോയിട്ട് സ്നേഹം കൊടുക്കുക. സ്നേഹം എവിടെ ഇരുന്നാണ് കൊടുക്കേണ്ടത്? നിനക്ക് അപാരമായിട്ടുള്ള സ്നേഹം നിൻ്റെ പിതാവ് നിനക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ബോധ്യം വേണം. അതിലിരുന്ന് എടുത്ത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിലിരുന്ന് എടുത്തു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് സ്നേഹം ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് സംഹരിക്കുക? സ്നേഹം സംഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ, ഇല്ല നിനക്ക് ഒരാൾ നിന്നോട് വെറുപ്പ് കാണിക്കുമ്പോൾ, നിനക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ, നീ ഒന്ന് കണ്ണടച്ച് ഈശോയുടെ കുരിശ് മരണം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കുരിശിൽ ചിന്തുന്ന ഓരോ തുള്ളി രക്തവും നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിനക്ക് മാത്രം. ഈ ലോകമൊക്കെ നീ മറക്ക്. നിനക്ക് വ്യക്തിപരമായിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ആ ചോര ചിന്തിയിരിക്കുന്നത്, ആ വേദന അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിൻ്റെ ഹൃദയം സ്നേഹത്തിൽ നിറയും. ആ സ്നേഹം എടുത്ത് നീ അവർക്ക് കൊടുത്താൽ മതി. നിൻ്റെ സ്വന്തം സ്നേഹമൊന്നും നീ കൊടുക്കേണ്ട കാര്യമില്ല. നിനക്ക് കിട്ടിയിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് കുറച്ച് സ്നേഹം, നിന്നോട് ക്ഷമിച്ചിട്ടുള്ളത്, നിന്നോട് കാണിച്ചിട്ടുള്ള കരുണയിലിരുന്ന് നീ ഇച്ചിരി കരുണയെടുത്ത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക.
നീ തിരിച്ച് സംസാരിച്ച് അവരോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നീ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. പരസ്പരം സ്നേഹിക്കുക എന്ന് പറയണത് അതാണ്. സ്നേഹിക്കുമ്പോഴത്തേക്ക് കുരിശുണ്ടാകണം. കുരിശില്ലാതെ ഒരിക്കലും ഒരാളെയും സ്നേഹിക്കാൻ പറ്റില്ല. നിനക്ക് വേദനയില്ലാതെ ആളെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റില്ല. വേദന അനുഭവിക്കാതെ ഈശോ സ്നേഹിച്ചിട്ടില്ല ഈ ലോകത്തിനെ. കുരിശിൽ വേദന അനുഭവിച്ചാൽ സ്നേഹിച്ച യഥാർത്ഥ സ്നേഹത്തിൽ വേദനയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ വേദന എടുത്തുകൊണ്ട്